വെള്ളാരപ്പൂമലമേലെ പൊൻകിണ്ണം നീട്ടി നീട്ടി. അടിപൊളി. നീ കോഴി മുട്ടയിട്ടാ നോക്കടി. അമ്മ ഇത് മുട്ടയിരുന്ന കോഴിയല്ല. എന്തടാ ഞാൻ പോട്ടാടി ചേച്ചി. നീ പോത്താന്ന് എനിക്ക് ഇപ്പോഴാണോ മനസ്സിലായത്? ഇടി ഞാൻ ഗൾഫിൽ പോണേന് നിനക്ക് ഒരു വിഷമമില്ലേ? നമ്മുടെ കുടുംബത്തിന്റെ നല്ലതിന് വേണ്ടിട്ടല്ലേ മോൻ ഗൾഫിൽ പോകുന്നേ? അല്ല നിന്നെ കെട്ടിച്ചുവിടാൻ വേണ്ടിയല്ല. ഷർട്ടൊക്കെ അങ്ങോട്ട് നേരെ ഇട്ട് നീ ഈ ടൈയൊക്കെ മുറുക്കത്തൂല്ല. ഒന്നുമില്ല. ഒന്നുമില്ലേ? എല്ലാം ഉണ്ട്. അതെ ഇതെല്ലാം സമയത്ത് എടുത്തു വെച്ചില്ലെങ്കിൽ അമ്മയുടെ വായിരിക്കുന്ന ഞാൻ കേൾക്കേണ്ടി വരും. എന്തുവാടാ വാഴയില നീ പൊതിച്ചോറ് കെട്ടാൻ പോകുന്നടാ? ട്രെയിനില് വെള്ളമില്ല, പേപ്പറിനാണ് അറിഞ്ഞത്. പിന്നെടാ നീ അവിടെ ചെന്നിട്ട് ബുർജ് ഖലീഫയൊക്കെ നേരിട്ട് കാണാൻ പോവാണല്ലോ. അവക്കൊക്കെ ഭയങ്കര ജാടായിരിക്കും, സെലിബ്രേറ്റ് ചെയ്യല്ലേ. കെട്ടിടത്തിനോ? കേട്ടോ ബുർജ് ഖലീഫ. എടാ അവിടെ ചെന്നിട്ടേ അതിന്റെ മുന്നിൽ നിന്ന് എനിക്കൊരു ഫോട്ടോ അയച്ചു തന്നെടാ, സ്റ്റാറ്റസ് ഇടാൻ വേണ്ടിട്ടാ. ഓക്കെടാ. ഇളകാതടി, നിന്റെ ഒരു ചക്കയല്ലേ എടുത്തുള്ളൂ ഞാന്, അല്ല നിന്റെ ചങ്കൊന്നും എടുത്തില്ലല്ലേ. ഇവക്കെന്തിനാ ചക്ക? ഞാനിന്ന് തൊഴിലുറപ്പിന് വരത്തില്ല കേട്ടാ. കൊച്ചിന്റെ കൂടെ ചിലപ്പോ പ്ലെയിൻ സ്റ്റാൻഡ് വരെ പോകും. പ്ലെയിൻ സ്റ്റാൻഡോ? ഓട്ടോ സ്റ്റാൻഡ്, ബസ് സ്റ്റാൻഡ്, പിന്നെ പ്ലെയിൻ നിൽക്കുന്നറ എവിടാ? അമ്മ അത് എയർപോർട്ട്. അതാ ചെറുക്കൻ ചെവി വെക്കുന്ന സാധനം ഇല്ലയോ? അങ്ങനെ പറയും, അങ്ങനെ പറയൂ. എന്തൊക്കെ ഏർപ്പാടാ. അയ്യോ ഇതാരാ? അമ്മയുടെ സുന്ദരൻ, അമ്മയുടെ സുൽത്താൻ. ചുമ്മാ മക്കള് ഗൾഫിൽ പോയിട്ട് വരുമ്പോഴേ അമ്മയ്ക്ക് കുറച്ച് മണ്ണെടുത്തോണ്ട് പറഞ്ഞേ. അമ്മയുടെ വലിയ ആഗ്രഹമാ ഏതെങ്കിലും വിദേശ മണ്ണി കാല് ചവിട്ടണോന്നുള്ളത്. അമ്മ എന്തിനാ ഈ ചക്ക കൊണ്ടുവന്നേക്കുന്നേ? ഇടി നമ്മുടെ തങ്കമണി കുഞ്ഞമ്മക്ക് ദുബായിലുള്ള കൊടുത്തുവിടാനാ ഇവന്റെ കയ്യില്. ഈ ചക്കയൊന്നും ബാഗിയൊക്കെ ഉള്ള സ്പേസ് ഇല്ലേ അമ്മ? വേണ്ട, നീ ഇരിക്കുന്ന സീറ്റിന്റെ അടിയിലോട്ട് അങ്ങോട്ട് കാലും ചവിട്ടി പിടിച്ചങ്ങ് ഇരുന്നാ മതി. ഇച്ചേ അവിടെ വരുമ്പം ആ ജനലിൽ കൂടെ എടുത്ത് അങ്ങോട്ട് കൊടുക്കണം. അമ്മ എന്ത് തമാശ കാണിക്കണ? പ്ലെയിനില് ചക്കയും കൊണ്ട് ദുബായ് 4-4.5 മണിക്കൂർ ചവിട്ടി പിടിച്ചോണ്ടിരുന്ന മടിയിലെടുത്ത് വെക്കണല്ലേ എളുപ്പം. അമ്മയ്ക്കൊത്ത മോൻ തന്നെ. എടാ ആ ചക്ക എടുത്ത് മടി വെച്ച് കഴിഞ്ഞാ ആ ചക്കയ്ക്ക് കൂടെ പിന്നെ ടിക്കറ്റ് എടുക്കേണ്ടി വരത്തില്ലേ? എന്ത് ചെയ്യും? ഈടി എന്തുവായി പറയുന്നത്? അര ടിക്കറ്റ് എടുത്താ മതി ഇതിന്. അപ്പൊ പ്രശ്നം അങ്ങ് തീരും. പ്രശ്നം തീർന്നോ? പ്രശ്നം തീരില്ല. എന്ത്? ഈ 18 വയസ്സ് മാത്രമുള്ള എന്നെ എന്തിനാ അമ്മ ഈ ഗൾഫിലൊക്കെ കഷ്ടപ്പെടാൻ പറഞ്ഞത്? എനിക്ക് പോണ്ടമ്മ. മക്കൾക്ക് ബോണ്ടയും പരിപ്പോടെയും അമ്മ മേടിച്ചു. അമ്മ പറയട്ടാ, മക്കള് പോയിട്ട് വേണം ഈ വീടൊന്ന് പച്ച പിടിപ്പിക്കാൻ. അതിന് എന്നെ എന്തിനാ 1 ലക്ഷം രൂപ ചെലവാക്കി ഗൾഫിൽ വരുന്നത്? 800 രൂപയ്ക്ക് ഒരു പാട്ട പച്ച പെയിന്റ് വെച്ച് വീടിനടിച്ചാ പോലെ. പച്ചത്തെറി ഞാൻ വിളിക്കും ഞാൻ കേട്ടാ. നീ പോയിട്ട് വേണം 1 വർഷം കഴിഞ്ഞ് ഈ കൊച്ചിന്റെ കെട്ട് നടത്താൻ എനിക്ക്. ഒരു വർഷം 12 മാസം 52 ആഴ്ച 365 ദിവസം. ഇത്രയും ദിവസം വേണം എനിക്കിനി കല്യാണം കഴിക്കാൻ. ഇപ്പം കഴിഞ്ഞ വർഷമേ അങ്ങ് പോയാ മതിയായിരുന്നു. എനിക്കിപ്പോ കല്യാണം കഴിക്കായിരുന്നു. അമ്മേനെ അനുഗ്രഹിക്കും. എല്ലാരും സദ്യയൊക്കെ കഴിച്ചിട്ട് പോകാവുള്ളൂ കേട്ടോ. ആ കല്യാണപ്പത്തിൽ ഇത് ഇങ്ങോട്ടൊന്ന് ഇറങ്ങി വരാമോ? ഇറങ്ങി അമ്മ. പോയി ആ 4 മാവ് ഇത് 4 മാങ്ങ പറിച്ചോണ്ടോ കൊച്ചിന് കൊടുത്തു വിടാൻ. അത് 3 മാവ്. 3 ആണ്ടായിട്ടും അത് കായ്ച്ചില്ല. ഈ 4 ആണ്ടിൽ അത് കായ്ച്ചത്. അതുകൊണ്ട് 4 മാവ്. അവിടെ ഇല്ലടി ആ നിക്കുന്ന മാവ് നീ കണ്ട? അത് ക്യാമറ. ഇതാണ് മാവ്. മാവ് നീ കണ്ട? ഇതിൽ ഞാൻ ഡെയിലി കല്ല് വറക്കി എറിയായിരുന്നു. 432 കല്ല്. ആ കല്ലിന്റെ എണ്ണം നമുക്ക് കൃത്യമായിട്ട് അറിയാം. അപ്പുറത്തെ രാഘവൻ കൊച്ചാട്ടന്റെ 432 ഓട് ഞാനാണ് മാറ്റിയിട്ടത്. എന്നിട്ടും അങ്ങനെ എന്നെ ഇച്ചിപ്പോ പറഞ്ഞില്ല. എന്താ കാര്യം? അങ്ങേർക്ക് അങ്ങനെ പറയാൻ അറിയത്തില്ലായിരിക്കും. അതല്ല, അങ്ങേരുടെ വീടിന്റെ തറ കെട്ടിയതേ ഇവൻ എറിഞ്ഞ ആ കല്ലുകൊണ്ടാ. എന്താ കല്ലിന്റെ കാര്യം പറഞ്ഞപ്പോൾ ഒരു കാര്യം ഓർത്തെ. ഇവന് കൊണ്ടുപോകാനുള്ള ചപ്പാത്തി എടുത്തു വെച്ചായിരുന്നോ? കേട്ട് വന്നേ എന്തോ കല്ലും എന്റെ ചപ്പാത്തിയും തമ്മിൽ ഇത്ര സംബന്ധിച്ചു. എനിക്ക് അല്ലെങ്കിൽ ആർക്ക് വേണം നിങ്ങളെ ചപ്പാത്തി? ഗൾഫിൽ ആവശ്യം പോലെ കുബൂസ് കിട്ടും. ഇവിടെ ആവശ്യത്തിന് പോലും ഒന്നില്ല. 1 വർഷമായി പഞ്ചായത്ത് ഞാൻ അപേക്ഷ കൊടുത്തിട്ട് ഇതുവരെ കിട്ടിയിട്ടില്ല. അത് കക്കൂസ്.
രണ്ടും എനിക്ക് ആവശ്യമാണ്. കുബൂസ് ചേച്ചി കക്കൂസിലോട്ടല്ലേ പോണത്. അത് ഇവർക്ക് പണ്ടേ അറിയാം. അതാണ് ഈ പേരിലെ പ്രാസം. കുബൂസ് കക്കൂസ്. നിങ്ങൾ ഇന്ന് കളിച്ചോണ്ടിരുന്നോ? അമ്മ ഒരു കാര്യം പറഞ്ഞ എന്തുവാ? ഇന്ന് ഇവനാ അംഗനവാടി പോയേക്കുന്നത് രാജി ടീച്ചറിനെ കാണാൻ വേണ്ടിട്ട്. എടി അവൻ ഗുരുത്തമുള്ളനടി, അനുഗ്രഹം മേടിക്കാൻ പോയതല്ലയോ? അനുഗ്രഹം മേടിക്കാനല്ല, അമൃതം പൊടി മേടിക്കാനാണ് അവൻ പോയത്. ടീച്ചർമാരെല്ലാം നോക്കി അതെങ്ങനെ നോക്കൂ ഇനി? എന്താന്ന് അറിഞ്ഞൂടമ്മ, കറക്റ്റ് 3:30 ആകുമ്പോ എനിക്ക് അമൃതം പൊടി തിന്നാൻ തോന്നി. നേഴ്സറി പഠിക്കുന്ന കൊച്ചിനെയാണ് അമ്മ ഗൾഫിൽ പറഞ്ഞു വിടാൻ നിൽക്കുന്നേ. എന്റെ പൊന്നുമക്കളെ ഒരു കാര്യം ചോദിച്ചാട്ടെ, ഏകദേശം 1 വർഷത്തേക്ക് എത്ര ശതമാനം കേറും അമൃതം പൊടി? 1 ചാക്ക് മതിയാവും അമ്മ. എന്റെ പൊന്നുമക്കൾ ഒരു കാര്യം കണ്ടിട്ടുണ്ടോ? ഗൾഫിൽ നയിക്കുന്ന ഫോട്ടോ ഒക്കെ കണ്ടിട്ടുണ്ടോ? അതിലിങ്ങനെ കൂടിക്കിടക്കുന്ന എന്തുവാ? അല്ല, അമൃതം പൊടി. ഓണാമാ അങ്ങനെങ്കിലും ഒന്ന് പോട്ടടി. യോ ഒലിച്ചിറങ്ങുന്ന തുടങ്ങി. മക്കളെ ഇതൊന്ന് വിസയില്ലയോ? ഇതിനകത്തിലാണെങ്കിൽ കുഞ്ഞിന്റെ അവധി എന്നാണെന്നും എന്ന് വരുമെന്നും ശമ്പളം എത്രയൊക്കെ ഉണ്ടെന്നൊന്ന് നോക്കിക്കേ. വിസയൊക്കെ അറബിയാണ്. അത് തലയെക്കെട്ടുണ്ടോ? അറബിയിലാണ് എഴുതിയിരിക്കുന്നത്. ഇതെന്തൊരു മലയാളം തിരിച്ചു വെച്ചിരിക്കണ. നക്ഷത്ര ദീപങ്ങൾ തിളങ്ങി. നോക്കേ, ഒത്തിരി അവധി ഉണ്ടെന്ന് തോന്നുന്നു. എടി, നമ്മളെ വീടിന്റെ ഐശ്വര്യം നീയാണല്ല, നീ എന്നെ അങ്ങ് വായിരി. ഓടാ അവിടുന്ന്. നക്ഷത്ര ദീപങ്ങൾ തിളങ്ങി. എന്താ ചില്ലക്ഷരോ മൊത്തം പൊട്ടിച്ചിതറിയൊക്കെ ഇരിക്കുന്നു. പോടാ കള്ള, നീ മറന്നു പോയിട്ടായിരിക്കും. നമ്മുടെ വീട്ടിൽ ഏറ്റവും ഐശ്വര്യമുള്ള ആർക്കാടാ? നമ്മുടെ അമ്മയ്ക്ക്. അമ്മ തന്നെ ഇത് വായിച്ചാ മതി. നക്ഷത്ര ദീപങ്ങൾ തിളങ്ങി. അറബി വിടുമ്പോ അവൻ വരട്ടെ. ഇങ്ങോട്ട് വന്നിട്ടുണ്ടോ? പിന്നെ ഇല്ലേടാ, അറബി ഇങ്ങോട്ട് വിട്ടില്ലേരുവേ, അവിടെ ചെന്നിട്ട് നീ എനിക്കൊരു മൊബൈൽ ഫോൺ കൊടുത്തു വിടണേടാ. അമ്മയ്ക്കൊരു അമൃതാഞ്ജന കൂടെ. ഇവക്ക് മൊബൈൽ കിട്ടിക്കഴിഞ്ഞാൽ എന്റെ മെയിൻ തലവേദന ഇവളാണ്. വലിയ കാര്യമായി പോയി. എല്ലാം എടുത്ത് വെക്കുന്നുണ്ടോ? പോകാനുള്ള സമയമായി. അമ്മ വിഷമിക്കാതമ്മ, ഞാൻ പോയിട്ട് 2 ദിവസം കഴിയുമ്പോ വരൂലേ? ഞാൻ പണയം വെച്ചാ വിടുന്നത്. എടാ 2 വർഷം കഴിയാതെ ഈ വീടിന് 2 വർഷം കഴിഞ്ഞിട്ട് നീ തിരിച്ചു വരുമെന്നോ? എന്റെ ആകെ പ്രതീക്ഷ നിന്നിലായിരുന്നു. എന്റെ കല്യാണം നടത്താൻ നീ സമ്മതിക്കത്തില്ലേടാ. ആ കൊച്ചു പോകുമ്പോഴേക്കും ഇച്ചിരി സ്വസ്ഥത കൊടുക്കടി. മക്കളാ പ്ലെയിനെ കയറി ഈ വീടിന്റെ മണ്ടയ്ക്ക് കൂടെ പറന്നു പോകുമ്പോ അമ്മ താഴെ നിന്ന് ഇങ്ങനെ കാണിക്കും. ഇങ്ങനെ വിഷമം കൊണ്ട് കാണിക്കും. പക്ഷേ മക്കള് പ്ലെയിനകത്ത് ഇരുന്ന് കാണിക്കരുത്. പ്ലെയിനെ ഇങ്ങനെ കുലുമ്പോ. എന്റെ അമ്മ നിന്ന് തമാശ കാണിക്കാതെ ഇപ്പൊ തന്നെ 8 മിനിറ്റ് ആയി. ഇതൊന്ന് എടുത്തു വെച്ചാൽ അയ്യോ, അതാണ് സമയം പോയത് അറിഞ്ഞില്ല. ഞാൻ പോട്ടാ അമ്മ. നീ ദോശ ഇട്ടിട്ട് ബാക്കി മാവ് ഫ്രിഡ്ജ് വെക്കുമ്പോ വീണ്ടും ദോശ വേണമെന്ന് ഞാൻ വന്ന് പറയൂല. പലഹാരമൊക്കെ കുറച്ച് കാണിച്ചാൽ മതി. നീ ആരുടെ അടി കൂടും? പൊടിച്ച മീനിന്റെ വലിയ കഷ്ണം, റിമോട്ട്, മൊബൈല് എല്ലാം ഒറ്റയ്ക്ക് എടുക്കാല്ലേ. ഞാൻ ഇനി ഇവിടെ നിന്നാ ശരിയാവൂല. നിങ്ങളെ ചക്കയും കൊണ്ട് ഞാൻ പോണം. അങ്ങോട്ടല്ല, ഇങ്ങോട്ട്. നീ അങ്ങനെ അങ്ങ് പോവാണോ? നീ പോയാ ചങ്ക് തകർന്ന് നിൽക്കുന്ന ഒരാൾ ഇവിടെ നിപ്പുണ്ട്. ഒരു ഉമ്മെങ്കിലും കൊടുത്തേച്ചു പോടാ. ചേച്ചി ഇവിടെ ഇന്നത് കണ്ടില്ലേ ചേച്ചി? ആ ഉമ്മ അങ്ങോട്ട് ശരിയായില്ല, ഒന്നും കൂടെ കൊടുത്തില്ല. ഇനി തിരിഞ്ഞോ? പുല്ലി ഇനി എന്തെങ്കിലും പറഞ്ഞ് തിരിയും.
അമ്മയുടെ അനുഗ്രഹം മേടിക്കാതാണോ പോകുന്നത് നീ? ലാലേട്ടൻ ഒരു വർഷത്തേക്കുള്ള അനുഗ്രഹം കിട്ടിയില്ല, ഇത് ഒരാഴ്ച ആകുമ്പോ തീർന്നു. ഒന്നിപ്പഴച്ച മൂന്നെണ്ണാണല്ലോ. എന്റെ ദൈവമേ. പോ വണ്ടി വരും. വണ്ടി വൈകുന്നു. എന്തുവാ ഇത്? എങ്ങനെയാലും പറഞ്ഞു വിടാൻ നോക്കാം. കരയുന്നത് ഒരാങ്ങളെ ഗൾഫിൽ പോകുമ്പോ പെങ്ങൾ ഇത്രയും കരഞ്ഞില്ലേ, നാട്ടുകാർ എന്തൊക്കെ പറയുന്നുണ്ട്. ശരിയാ കരഞ്ഞു. അതിന് അമ്മ എന്തിനാ അലറി കരയുന്നേ? പെങ്ങൾ ഇത്രയും കരയുമ്പോ പെറ്റതള്ള അതിന്റെ മേലെങ്കിലും കരയുണ്ടോ? പോയി. അയ്യോ നോട്ടറി എന്റെ കുഞ്ഞിലടി സൈഡിൽ ഇരുന്ന് കപ്പലിൽ ഇരുന്നിട്ട് തൊലി ഇങ്ങോട്ട് ഇടുന്നതാ. കുഞ്ഞിലോട്ട് അവന് സൈഡ് സീറ്റ് തന്നെ കിട്ടിയമ്മ. ചോദിച്ചു മേടിച്ചതാ. എന്റെ കുഞ്ഞ് അമ്മയെന്ന് വിളിക്കുന്നു. എന്തോ അമ്മ എന്തോ അവിടെ നല്ല ഇവിടുന്ന് 3 വർഷം കഴിഞ്ഞ അല്ലമ്മ, ഇവക്ക് ഞാൻ പോകുമ്പോ വിഷമം, അമ്മയ്ക്ക് ഞാൻ പോകുമ്പോ വിഷമം. ഇവക്ക് ഇപ്പൊ എന്നോട് പഴയതുപോലെ അടിവേ കൂടെ ഉണ്ട്. അമ്മ എനിക്ക് എപ്പോഴും പലരും മനുഷ്യരും ഭയങ്കര സ്നേഹം. ഈ നാടും കൂടെ ഒക്കെ വിട്ട് കണ്ട നാട്ടിൽ ചെന്ന് കിടക്കണ എനിക്ക് വിഷമം. എപ്പോഴും അറിയാണെങ്കിലും എന്തെങ്കിലും തിന്നുമ്പോ ഇവക്ക് കൊടുക്കാതെ ഞാൻ തിന്നിട്ടുണ്ടോ അമ്മ? അവിടെ ചെന്ന് ഞാൻ ഇത് പൊട്ടിക്കുമ്പോ എങ്ങനെ എന്നെ തൊണ്ടയെ കൂടി ഇത് ഇറങ്ങും. അതുകൊണ്ട് ഞാൻ പോണില്ല. ഈ വർഷമെങ്കിലും എന്റെ കല്യാണം നടത്താൻ നീ സമ്മതിക്കത്തില്ലല്ലേ? അതിനടിച്ചത് എന്തിണ്ടി? എടാ എല്ലാരും പറയത്തില്ലേ സ്കിറ്റിന്റെ ക്ലൈമാക്സ് ആവുമ്പോ അടിച്ചു നിർത്തണമെന്ന്. അങ്ങനെ നീ എന്തിനാടാ എന്നെ തല്ലിയേ? അങ്ങനെയാണെങ്കിൽ അടിച്ചു നിർത്തിയാ പോരാ, പഞ്ചിനടിച്ചു നിർത്തണം. അത് ശരിയാക്കളെ. അമ്മ എന്തിനമ്മ ഞങ്ങളെ തല്ലിയേ? ഇരിക്കട്ടെ ഒരു ഡബിൾ പഞ്ച്. സൂപ്പർ, പൊട്ടിച്ചിരിയുടെ മഹാലോകത്തേക്ക് കൊണ്ടുപോകുന്നു പറഞ്ഞാൽ കൊണ്ടുപോയിരിക്കും. അതാണ് ഞങ്ങൾ വടക്കേക്കരക്കാര്. ചില സാധനങ്ങൾ നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം. നല്ല സാധനങ്ങൾ കാണിച്ചു തരുന്നതിന് നന്ദി. ഇന്ന് നമ്മള് എന്തായാലും നമ്മളുടെ പ്രണവിന് കൊടുത്തേ പറ്റൂ. എന്താ പറയാ, പ്രണവിന്റെ ലാസ്റ്റിന്റെ ആ ഒരു മെച്ചോറിറ്റി, ആ ഡയലോഗ് ഡെലിവറി ആണെങ്കിലും അവൻ ഇത്രയല്ലേ ഉണ്ടായിരുന്നത് വന്നപ്പോ, ഇതിങ്ങനെ വളർന്ന് എവിടേക്കോ പോവാണോ. നല്ല മെച്ചോറിറ്റി ആയിട്ടുണ്ട് മോന്റെ ഒരു ആക്ടിങ്ങില് ആ ഒരു ഒതുക്കം വന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ചേച്ചിയും നമ്മളുടെ സോനയും എല്ലാരും 3 പേരും തൂക്കി. അങ്ങനെ എല്ലാരും നല്ല കമന്റ്സ് ഒക്കെ പറഞ്ഞു. ഇനി നമുക്ക് ബാറ്റിലേക്ക് പോവാം. ചെറിയൊരു ടെൻഷൻ അടിച്ചോ, കാരണം നമ്മൾ തമ്മിൽ സംസാരിച്ചില്ലയോ. എന്റെ കാര്യത്തിലൊരു തീരുമാനം ഉണ്ടടാ. ആ തിരിഞ്ഞോ. നിറയെ പണമൊഴുകണ കളി പറന്നിറയേണ്ട ചിരി ചിരി പല ചിരി ധൃതതും തനതാളത്തിൽ ഞാൻ കരനിറയെ പണമൊഴുകണ കളി പറന്നിറയേണ്ട ചിരി ചിരി ഒരു അണുകുടുംബം. ഇനി ഗൾഫിൽ പോകണ്ട, പൈസ. അപ്പൊ ശരി ചേച്ചി, ഓ ഇവരുടെ കല്യാണം, ഗൾഫിലേക്കുള്ള പോക്ക് എല്ലാത്തിനും ചേർന്ന ചെലവ്. എന്തായാലും ഗൾഫിൽ പോയാ അവന് അതെ. കാശുണ്ട്. പിന്നെ കല്യാണം കഴിപ്പിക്കണ്ടേ? അതാണ് മെയിൻ. സൂപ്പർ, കൺഗ്രാറ്റുലേഷൻസ്. അപ്പൊ അടുത്ത തവണ ഇതുപോലെ ചിരിപ്പിക്കാനായിട്ട് വീണ്ടും വരാം.